പായ്ക്കപ്പൽ കിടക്കുന്ന കേട്ടോ ഗൈസ്. അടിപൊളി പായ്ക്കപ്പൽ കിടിലം. അതൊരു സംഭവം തന്നെ ആയിപ്പോയി കേട്ടോ ഗൈസ്. എൻ്റെ മോനെ ലാൻഡ് റോവർ ആയിരുന്നു ഈ കിടന്നത്. മച്ചാമാരെ, ഈ ഒരു വാഹനം എത്ര വർഷം മുമ്പുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇത് മുങ്ങിക്കപ്പലിൻ്റെ ഒക്കെ കൂട്ട്, അന്തർവാഹിനികളുടെ ഒക്കെ കൂട്ടുള്ള ഫ്രണ്ട് വശം. എൻ്റെ മോനെ നങ്കൂരം കണ്ടോ? നങ്കൂരത്തിൻ്റെ ഷേപ്പ് കണ്ടോ? നിർത്തിയപ്പോൾ സംഭവം ഇതാ നോക്കി. അതിൻ്റെ ഫ്രണ്ട് വശം കപ്പലിനടിയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ. വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ഭീരങ്കി, എന്നോ വലിയ ഭീരങ്കിയാണെന്ന് അടി. ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഷാർജ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ മെയിൻ റോഡിന് അടുത്തൂടാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഷാർജ മ്യൂസിയത്തിലേക്കാണ്. ഇപ്പോൾ മ്യൂസിയം റോഡാണ്. നമുക്ക് നേരെ മ്യൂസിയം പോയി കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ക്ലോക്ക് റൗണ്ട് ബോട്ടാണ്. ഇവിടെ നിന്ന് നമ്മളിനി ക്രോസ് ചെയ്ത് ഇതാ വലിയ സ്ക്രീനുണ്ടല്ലോ, വാൾ സ്ക്രീനിൽ, അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നല്ല കിടിലൻ പച്ച വിരിച്ച് നിൽക്കുന്ന ഈ ഒരു ഗാർഡനിൽ കൂടാണ് നടന്നു പോകുന്നത്. ഇത് വാക്കിംഗ് സ്ട്രീറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ആയിട്ട് നമുക്ക് അടിപൊളി ഒരു കിടിലൻ അഡ്വർടൈസ്മെൻറ്റ് വാള് കാണാം. അത് സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ നേരെ മുന്നോട്ട് നടക്കുകയാണ്. നമുക്ക് അവിടെ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ കട്ട് ചെയ്ത് റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതേസമയം നമ്മുടെ ഇടതുവശത്തായിട്ട് ഒരു വലിയ പാർക്ക് കാണുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് അടിപൊളി ഒരു ജ്യൂസ് വേൾഡ് എന്ന് പറഞ്ഞൊരു കട കാണാം. നമ്മളപ്പം ഈ ഒരു ട്രാഫിക്കിൽ ഇവിടെ ഒരു സിഗ്നലുണ്ട്. അതുവഴി നമുക്ക് നൈസായിട്ട് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടുത്തെ സിഗ്നൽ ഓഫാണ് ഗൈസ്. എൻ്റെ മോനെ കീട്ടിലെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കീട്ടിലും ഫീല്. ഇവിടെ സിഗ്നൽ വേണം നടക്കണം. സിഗ്നൽ മാറുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സിഗ്നൽ ക്ലോസ് ചെയ്ത് മുന്നിലേക്ക് നടക്കുകയാണ് ഗൈസ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഷാർജ മ്യൂസിയം കാണാം. അവിടെ കുറേ അധികം ഭീരങ്കികൾ വെച്ചിട്ടുണ്ട്. അറബ് യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന നല്ല കിടിലമായിട്ടുള്ള ഭീരങ്കികൾ അതിവിടെ കാണാം. ഇതാണ് ഷാർജ മ്യൂസിയം വാളെന്ന് പറയും. ഷാർജ മ്യൂസിയം വാൾ അടിപൊളിയാണ്, സെറ്റപ്പാണ്. നമുക്കിവിടുന്ന് എന്തായാലും റോഡ് ക്രോസ് ചെയ്ത് പോകണം. ഇതാ കണ്ട കിടിലം ഭീരങ്കികൾ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മളങ്ങനെ ഈ ഒരു മ്യൂസിയത്തിലെ ഈ ഒരു ഭീരങ്കിയുടെ ഫ്രണ്ടിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഭീരങ്കി. എന്നോ വലിയ ഭീരങ്കിയാണെന്ന് നോക്കിയ ഗൈസ്. അടിപൊളി. എൻ്റെ മോനെ എത്ര എണ്ണം ഇരിക്കുന്നതെന്നറിയാമോ? കിടിലം. 1 2 3 4 ഭീരങ്കിയാണ് കൈസ് ഇരിക്കുന്നത്. എന്തോ ഒരു ഭീകര ലുക്കാണ് കൈസ് ഈ ഭീരങ്കിക്ക്. കണ്ടോ? എൻ്റെ മോനെ കിടിലം, അടിപൊളി. അതുപോലെ ഇതാ ഇവിടെ ആയിട്ടും 2 ഭീരങ്കികൾ ഇരിപ്പുണ്ട്. അത് ചെറിയ ഭീരങ്കിയാണ് കൈസ്, പക്ഷേങ്കിൽ ഹോളി ഐറ്റം. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇനി നമുക്ക് ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ കോർണിഷിലേക്കാണ് നടക്കാൻ പോകുന്നത്. ഇതാണ് ഗൈസ് കോർണിഷ് റോഡ്. ഇവിടെ അനവധി വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റോഡിലൂടെ നമ്മൾ മുന്നിലേക്ക് നടക്കുവാണെങ്കിൽ അങ്ങ് ദൂരെ നമുക്ക് കപ്പൽശാല കാണാം. അതായത് ഫ്രീ സോൺ, ഇവിടുത്തെ ഫ്രീ സോണാണ്. അങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് കപ്പൽശാലകൾ കാണാം. നമുക്ക് എന്തായാലും മുന്നോട്ട് നടക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു ഷാർജ വാളിൻ്റെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് പണിഞ്ഞിരിക്കുന്നത് പാറക്കല്ലുകൾ കൊണ്ടല്ല, കടലിൽ നിന്ന് കിട്ടുന്ന പവിഴപ്പുറ്റുകൾ കൊണ്ടാണ് ഈ ഒരു ബിൽഡിങ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അത് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കല്ലുകളല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കടലിൽ നിന്നൊക്കെ കിട്ടുന്ന പവിഴപ്പുറ്റുകൾ ചെത്തി റെഡിയാക്കി ആണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു നഗരത്തിൻ്റെ സെൻട്രലായിട്ടാണ് ഇവിടെ ബിൽഡിങ്ങുകളും മറ്റുകളൊക്കെ പൊളിക്കുന്നുണ്ട്. സെക്കൻഡുകൾ കൊണ്ടാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്നത്. അത് നോക്കി ഒരു ബിൽഡിങ് അവിടെ
കാലഹരണപ്പെട്ട ഒരു ബിൽഡിംഗ് അവരെ പൊളിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോക്കുന്ന ബിൽഡിംഗ് നാളെ കാണത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്നാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു മ്യൂസിയത്തെ പിന്നിലാക്കി മുന്നോട്ട് നടക്കുകയാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ആ ഒരു ഫ്രീ സോൺ നമ്മുടെ മുന്നിലായിട്ട് കാണാം. ഇതിന് നടുക്കായിട്ടൊരു അടിപൊളി നദി ഒഴുകുന്നുണ്ട്. ആ നദിക്ക് കുറുകെയാണ്, അതായത് കായലാണ് എന്ന് പറയാം. ആ ഒരു നദിക്കപ്പുറം കടലാണ്. ആ ഒരു പുറംകടലിലാണ് നമ്മൾ നേരെ കപ്പൽശാല കാണുന്നത്. ആ കാണുന്നതാണ് ഫ്രീ സോണ്. നമ്മൾ ആ ഏരിയയിലോട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ്. ഇത് കണ്ടോ, നല്ല കിടിലൻ റാന്തൽ പോലത്തെ വീടിലൊക്കെ ഷോയ്ക്ക് വെക്കുന്നൊരു ഷോപ്പ് എൻ്റെ മുന്നിൽ പെട്ട്. എൻ്റെ മോനെ എന്നോരം കിടിലൻ സാധനങ്ങളൊക്കെയാണെന്നറിയാം ഇവിടെ ഇരിക്കുന്നത്. അടിപൊളി സംഭവങ്ങൾ. അങ്ങനെ നമ്മൾ ആ ഒരു കടയും പിന്നിലാക്കി മുന്നിലേക്ക് നടക്കുകയാണ് ഗൈസ്. നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു വന്നതാ. അവിടെ ഒരു ടെസ്ല കിടപ്പുണ്ട്, അടിപൊളി ടെസ്ല വാഹനം. അങ്ങനെ മുന്നിലേക്ക് നടന്നതാ ആ ഒരു മ്യൂസിയത്തെ പിന്നിലാക്കി നമ്മൾ ഇത്രത്തോളം ദൂരം എത്തിയാണ്. ഇനി നമ്മൾ കുറച്ച് മുന്നിലേക്കാണ് പോകുന്നത്. എൻ്റെ മോനെ ഒരു അടിപൊളി വ്യൂ, വേറൊരു ഫീലാണ് ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ആയിട്ടൊരു വാഹനം കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നൊരു വാഹനമാണെന്ന് തോന്നുന്നു. ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് വീല് പഞ്ചറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യെസ്, പഞ്ചറാണ് ഗൈസ്. അതേത് വാഹനമാണ് എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഇതെല്ലാം വന്നിട്ട് ഷാർജ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രീറ്റാണ്, വോക്കിംഗ് സ്ട്രീറ്റാണ്. ഇതിനുള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി വാഹനമാണ്. എൻ്റെ മോനെ, ഇവിടെ ഇത് ലാൻഡ് റോവർ. എൻ്റെ മോനെ, ലാൻഡ് റോവറായിരുന്നു ഈ കിടന്നത്. മച്ചാമാരെ, ഈ ഒരു വാഹനം എത്ര വർഷം മുമ്പുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇത് ഒരു പഴയ വാഹനമാണ് ഗൈസ്. എൻ്റെ മോനെ, കിടിലം. അതായത് ഒരു എനിക്ക് തോന്നുന്നു ഇത് എത്ര കൊല്ലം പഴക്കമുള്ള വാഹനമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു 80കളിലെയും 70കളിലെയും ഒക്കെ ഉള്ള വാഹനമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടയറേ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കിതിൻ്റെ വർഷം അറിയാൻ പറ്റും. അതാണ് ഞാൻ നോക്കുന്നത്. ഇതിൻ്റെ വീലയിൽ ഈ ടയറിനകത്തിൽ ഒരു പക്ഷേ കാണാൻ ചാൻസ് ഉണ്ട് വർഷം ഏതാണെന്ന്. നമ്മൾ പരിശോധിക്കുകയാണ്. ഇതിൽ കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല നോക്കിയിട്ട്. പക്ഷേ എൻ്റെ മോനെ, ഇതൊരു കിടിലനൊരു സംഭവമായിപ്പോയി. ഞാട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വാഹനം കാണാൻ പറ്റുമെന്ന്. എൻ്റെ മോനെ നോക്കി, ലാൻഡ് റോവർ. ഇപ്പോഴത്തെ ലാൻഡ് ക്രൂയിസറും റേഞ്ച് റോവറും ഒക്കെ ഇതിൻ്റെ മുന്നിൽ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റപ്പ് സാധനം. എൻ്റെ മോനെ, ഈ ഒരു ഡോറൊക്കെ തുറന്ന് ഇതിൻ്റെ എല്ലാം അഴിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ ഗൈസ്. ഇതിനകത്ത് ഒന്നുമില്ല, സ്റ്റിയറിങ്ങും സംഭവമൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഇത് ഡിസ്മാൻഡിൽ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. ഇതുപോലെ ഇവിടെ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലത്തെ ആ ടയറൊക്കെ കണ്ടോ ഗൈസ്, അടിപൊളി. ഇപ്പോഴത്തെ റേഞ്ച് റോവറിൻ്റെ പഴയ മോഡൽ വണ്ടിയാണ്. 4 വീൽ ഡ്രൈവാണ് കേട്ടോ ഗൈസ്. ഇത് 4 വീൽ ഡ്രൈവാണ്. ഇതിനകത്തിൽ ഫ്രണ്ടിലും അതിൻ്റെ ബാക്കിലുമായിട്ടൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കാണാം. ഒരു കിടില സെറ്റപ്പ് തന്നെ. എൻ്റെ മോനെ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, കിടക്കണ കിടപ്പ് കണ്ട. മ്യൂസിയം സ്ട്രീറ്റാണ്, വോക്കിംഗ് സ്ട്രീറ്റാണ്. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് ഇതിനകത്തിൽ. പക്ഷേ ഇതൊന്നും ഓപ്പണിംഗ് അല്ല. കടകളൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കിനും ഓപ്പൺ ആകത്തുള്ളൂ. നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു അടിപൊളി സെറ്റപ്പാണ്. ഇതെന്തോ സംഭവം? ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ അടിപൊളി റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഇതേ ഗൈസ്, അപ്പുറത്ത് കപ്പൽ കിടക്കുന്നുണ്ടോ? അത് കപ്പൽ യാർഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കോർണിഷ് സൈഡ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഷാർജ കോർണിഷ് സൈഡാണ് ഇപ്പോൾ നിൽക്കുന്നത്. പഴയ കാലത്തെ പായ്ക്കപ്പൽ കിടക്കുന്ന കേട്ടോ ഗൈസ്. അടിപൊളി പായ്ക്കപ്പൽ, കിടിലം. അതൊരു സംഭവം തന്നെ ആയിപ്പോയി കേട്ടോ ഗൈസ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ പായ്ക്കപ്പൽ. ഒരു ലുക്ക് തന്നെ അല്ലേ. ഇത് ഫ്രണ്ടിലായിട്ട് വേറൊരു പായ്ക്കപ്പൽ കിടപ്പുണ്ട്. ഇത് ചെറിയ ഒരു പായ്ക്കപ്പലാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ ഒരു സെറ്റപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഷാർജ കോർണിഷിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത്, ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ. അത് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തും, ഇവിടെ സിഗ്നൽ വീഴും. എൻ്റെ മോനെ, അപ്പം നമുക്കുള്ള സിഗ്നൽ വീണെന്നാണ് തോന്നുന്നത്. ലൈറ്റൊക്കെ കത്തിയ. യെസ്, നമ്മളങ്ങനെ റോഡ് ക്രോസ് ചെയ്യുവാണ്. നമ്മൾ ഞെക്കിയപ്പോൾ തന്നെ സിഗ്നൽ വീണ് കേട്ടോ. അത് പൊളിച്ച് ഇവിടെ വീണ്ടും നമ്മൾ ഞെക്കി. അടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് വണ്ടികളൊക്കെ നിർത്തി തന്നു. യെസ്, എൻ്റെ മോനെ, ഒരു വണ്ടിയില്ല. വണ്ടികളൊക്കെ നിർത്തി തന്നു. നമ്മൾ നേരെ ക്രോസ് ചെയ്ത് മുന്നിലേക്ക് പോകണം ഗൈസ്.
സെറ്റപ്പ് കേട്ടോ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞെക്കിയപ്പോൾ തന്നെ റോഡ് നിർത്തി തന്ന്, സിഗ്നലിൽ നിർത്തി തന്ന്, ഇത്ര ടൈമിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു റോഡ് ക്രോസിങ് ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുക. അടിപൊളി. അങ്ങനെ നമ്മൾ ഷാർജ കോർണിഷിലെത്തിയിരിക്കുകയാണ്. എൻ്റെ മോനെ, ഈ കിടക്കുന്നത് എന്താണ് ഗൈസ്? പായ്ക്കപ്പൽ. ഇത് ശരിക്കും ഒരു അത്ഭുതമായി പോയി കേട്ടോ. ഷോ, സെറ്റ് സാധനം. ഫുള്ള് തടി കൊണ്ട് ഇരിക്കാനുള്ള കസേരയും സംഭവങ്ങളും ഒക്കെ കെട്ടി വെച്ചേക്കുന്നുണ്ടോ? അടിപൊളി. ഓ എൻ്റെ മോനെ, വിഷയം. പായ് വല കെട്ടുന്ന ആ ഒരു എന്താ പറയുന്നത്, പോളാണെന്ന് തോന്നുന്നു. ഇത് പോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വെച്ചേക്കുന്ന ഒരു പായ് വലയുടെ ഒരു എന്താ പറയുന്നത് തൂക്ക് കണ്ടോ? അത് പൊളിച്ച് എൻ്റെ മോനെ, ക്യൂട്ടു സെറ്റപ്പ്. എന്നെ വലിയ കപ്പലാണ് ഗൈസ് ഇത്. കപ്പലെന്ന് പറയുന്നില്ല, ഇത് മറ്റേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തടിക്കപ്പൽ. എൻ്റെ മോനെ, ഇത് തടിക്കപ്പൽ എന്നല്ല പറയുന്നത്, ഇതിന് പായ്ക്കപ്പൽ എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ മഗല്ലനും പിന്നെ ലോകം ചുറ്റിക്കളഞ്ഞ നെപ്പോളിയനും അതുപോലൊക്കെയുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള തടിക്കപ്പലുകളാണ് ഈ കാണുന്നത്. ഇത് ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സംഭവമായിപ്പോയി കേട്ടോ. ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറിയൊരു പായ്ക്കപ്പലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് തടിയാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ്, അതായത് നിർമ്മാണമെന്നൊക്കെ എനിക്ക് തോന്നുന്നു മലയാളികളാണെന്ന് തോന്നുന്നു ഈ ഒരു കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അത് പറയാൻ കാരണം ഇത്രയും അധികം തടിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനൊരു കപ്പൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്കാലത്ത് പറ്റത്തില്ല. ഇതെനിക്ക് തോന്നുന്നു പഴയ കാലത്ത് യൂസ് ചെയ്തതല്ല, ഇതിപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ഷാർജ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുമൊക്കെ കൊണ്ടിട്ടേക്കുന്ന കപ്പലുകളാണെന്ന് തോന്നുന്നു, പായ്ക്കപ്പലുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതാണിരിക്കുക ഒരു പക്ഷേങ്കിൽ. ഇതിനകത്തിൽ എന്താ പറയുന്നത്, ഒരു റൂം. ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ എന്താ പറയുക ടോയ്ലറ്റ് അറ്റാച്ച്മെൻറ്റ് ബാത്റൂമുള്ളൊരു കപ്പലാണ് ഇത്. ഇതാണ്ട് അതിൻ്റെ താഴെ ഇതിനകത്തിലെ വേസ്റ്റ് പോകുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെ ബാത്റൂമാണ്. ഇതിൻ്റെ മേളിൽ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു കോർട്ടൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് സംഭവമാണ്. ഇതാന്ന് തോന്നുന്നു എൻജിൻ റൂം. ഡ്രൈവർ ഇരിക്കുന്നത്, ബോട്ടിലെ കപ്പിത്താൻ ഇരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതെന്തായാലും കിടിലം ഒരു സെറ്റപ്പാണ്. ഈ ഒരു കപ്പലിലേക്ക് കയറാനുള്ള വഴിയാണ് ആ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു അത്ഭുതമായിപ്പോയി. എന്തായാലും അത് പൊളിച്ച് ഗൈസ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു തടിക്കപ്പലിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങ് സൂം ചെയ്ത് കഴിഞ്ഞാൽ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഇതിൻ്റെ ആ ഒരു ചക്രം, വീല് അവിടെ ഏറ്റവും പുറകിലായിട്ടാണ്. അതങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പൽ അങ്ങനെ മുന്നോട്ട്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ഡ്രൈവിങ്ങിനുള്ള സംഭവം അവിടെയാണ് ഇരിക്കുന്നത്, അവിടെ ആ ഭാഗത്തായിട്ടിരിക്കുന്നത്. ഇതങ്ങനെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. തിരിഞ്ഞാണോ ഇത്? ഫ്രണ്ടിലോട്ട് ബാക്ക് വശമായിരിക്കും ഇത്. ആയിരിക്കത്തില്ല, ഇതായിരിക്കും ഫ്രണ്ട് വശം. എന്തായാലും പായ്വല അനുസരിച്ചാണ് ഈ കപ്പൽ പോകുന്നതെന്നാണ്, കാറ്റിനനുസരിച്ചാണ് ഈ കപ്പൽ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പായ്ക്കപ്പലായത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കപ്പൽ ബിൽഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബേപ്പൂർ, നിലമ്പൂർ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ പായ്ക്കപ്പലുകൾ ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അവിടെ നിർമ്മിച്ച് കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈന്തപ്പനകൾ രണ്ട് സൈഡിലായിട്ടും ഇഷ്ടം പോലെ ഈന്തപ്പനകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞ് മുന്നിലോട്ട് നടക്കുകയാണെങ്കിൽ ഗായ്സ് ഇവിടെ ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. അതുപോലെ തന്നെ സാധാ ബോട്ടുകൾ തൊട്ട് ആഡംബര ബോട്ടുകൾ വരെയുണ്ട്. ഇതിനെ ആഡംബര ക്രൂയിസ് എന്നൊക്കെ പറയത്തില്ല, ചെറിയ ടൈപ്പ് ക്രൂയിസറുകളാണ് ഈ കിടക്കുന്നത്. വലിയ കപ്പലുകൾ കിടക്കുന്നുണ്ട്, നീണ്ടു നിവർന്ന് വലിയ കപ്പലുകളാണ്. അതിന് മത്സ്യബന്ധന ബോട്ടുകളും അതേ സൈഡിൽ തന്നെ നിരത്തിയിട്ടിട്ടുണ്ട്. അവിടെ കണ്ട കപ്പലുകൾ അടുക്കി നിരത്തിയിട്ട്, ഇതെല്ലാം കപ്പലിൻ്റെ ആ ക്യാബിൻ സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഇതൊരു വലിയ കാഴ്ചയാണ് ഗൈസ്. ഈവനിങ് ഇവിടെ നിൽക്കുമ്പോൾ അതേസമയം കടലിലൂടെ ഫിഷിങ്ങിന് പോകുന്നൊരു ബോട്ടുകൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നോക്കിക്കണ്ടോ, ഒരു ബോട്ടിങ്ങനെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നൊരു ബോട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. യെസ്, അത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് നേരെ മുന്നോട്ട് നടക്കാം ഗൈസ്. ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ. മോനെ, ഗൈസ് ഇത് ഒരു വല്ലാത്ത സംഭവം. ഇപ്പോൾ ഇത് ഈ കപ്പലിലേക്ക് കയറാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അടിപൊളി ഒരു പായ്ക്കപ്പലാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പൊളിച്ച് കേട്ടോ. ഇതെന്താണ് ഇതെന്താ ജനാലയോ? എൻ്റെ മോനെ എന്നായി കാണുന്നേ. എങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത് കൈ തടി വെച്ചിട്ട് ഇത്രയും വലിയൊരു സാധനം. അത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ.
ഇടുക്കി അത് പൊളിച്ച്. ഈ ഒരു കാണുന്ന വലിയ ബിൽഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നത്, ഇതാണ് ഷാർജ ഹൈക്കോർട്ട്. ഷാർജയിലെ കോടതിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല ക്രൂയിസ് കപ്പലുകൾ, അതായത് ആഡംബര കപ്പലുകൾ ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടോ നിങ്ങൾ, അതാണ് നങ്കൂരം. എൻ്റെ മോനെ നങ്കൂരം ഇരിക്കുന്നുണ്ട്. കപ്പലുകൾ ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നങ്കൂരം താഴേക്ക് ഇട്ടിട്ടാണ് ഈ ഒരു കപ്പൽ സ്റ്റഡിയായിട്ട് നിർത്തുന്നത്. ഇങ്ങനെ സൈഡിലും അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ടൊക്കെ ഒരുപാട് കപ്പലുകൾ കിടപ്പുണ്ട്. എൻ്റെ മോനെ തീ ലുക്ക്. എന്താണ് ഗൈസ് ഈ കിടക്കുന്നത്? വെറൈറ്റി ഒരു ഫീലാണ് ഗൈസ് ഇത്. ഈ ഒരു ബോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കരയിൽ വന്ന് ആ ബോട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് തന്നെ ഇതാ ബോട്ട് വന്ന് കരയിലിടിച്ച് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ ബബിൾ വെച്ചിട്ട് ഉള്ള സംഭവങ്ങളാണ് ഈ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കിടിലൊരു സെറ്റപ്പ് കപ്പലായി പോയി കേട്ടോ. അടിപൊളി. ഇതാ അതേപോലെ തന്നെ ബബിളുകൾ അപ്പുറത്തെ കപ്പലിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ലുക്ക്, തീ ലുക്ക് കപ്പൽ. കിടില. ഇത് ഒരുപാടുണ്ട് കേട്ടോ ഗൈസ്, അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. ഇത് കിടിച്ചു അല്ല, ഇത് പൊളിച്ചു. ഇത് ഒരുപാടുണ്ട് കേട്ടോ ഗൈസ്. ഇത് അങ്ങ് വരെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ ആഡംബര കപ്പൽ തൊട്ട് വലിയ ആഡംബര കപ്പൽ വരെ ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ, ഇത് പൊളിച്ച്. കൊള്ളാം മോനെ. അതിന് കപ്പലിൻ്റെ റഡാറുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളിലുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിക്കാം. എത്തോരം കപ്പലുകളാണ് നിരന്ന് കിടക്കുന്നത്. അടിപൊളി. ഇതാണ് നമ്മുടെ ഷാർജ കോർണിഷ്. അപ്പോൾ നമ്മൾ ഷാർജ കോർണിഷിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഒരു കപ്പൽ നോക്കിയ ഗൈസ്, നോക്കിയാൽ അതിൻ്റെ മുകളിലായിട്ട് എൻ്റെ മോനെ. ഇതാണ് എനിക്ക് തോന്നുന്നു ആൻറ്റിന, ഇൻ്റർനെറ്റിൻ്റെയും ഈ കപ്പലിൻ്റെ സിഗ്നലുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റഡാറുകളാണ് ഈ ഒരു ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, ഈ കാണുന്നത്. ഇതിൽ UAE ഒരു ഫ്ലാഗും പറക്കുന്നുണ്ട്. എൻ്റെ മോനെ എന്നോ വലിയൊരു ക്രൂയിസ് കപ്പലാന്ന് നോക്കിയേ, ആഡംബര കപ്പൽ. എൻ്റെ മോനെ ഒരു ഭീകര ലുക്കാണ് ഗൈസ് കേട്ടോ. ആ റഡാറും സംഭവങ്ങളൊക്കെ കാണാൻ തന്നെ ഭംഗിയാണെന്നറിയാമോ. അടിപൊളി. തീ ലുക്ക് നോക്കിയേ, എന്നോ വലിയൊരു കപ്പലാന്ന് നോക്കിയേ ഗൈസ്. അടിപൊളി. നമ്മൾ ഈ കപ്പലിൻ്റെ സൈഡിൽ നിന്ന് നടന്നു തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇത് എപ്പോഴാണ് ഇനി അവസാനിക്കുന്നതെന്ന് അറിയത്തില്ല. കണ്ടോ എൻ്റെ മോനെ, നീണ്ടു നിവർന്നൊരു കപ്പൽ. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു കരയിലോട്ടിറങ്ങാനുള്ള വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആണ്, അത് കരയിലോട്ടിറങ്ങാനുള്ള വഴിയാണ്. അതൊരു ഏണി പോലെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. എൻ്റെ മോനെ, ഇതെന്നോ വലിയൊരു ഇരുമ്പും കഷ്ണമായി ഈ കടലിൽ കിടക്കുന്നതെന്നുണ്ടോ. ഇത് പൊങ്ങി കിടക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്രണ്ട് വശം പൊങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇതാ നങ്കൂരം. എൻ്റെ മോനെ, ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ കണ്ടോ, ഗ്ലാസ് വെള്ളത്തിലോട്ട്. എനിക്ക് തോന്നുന്നു ഇത് താഴുമെന്ന് തോന്നുന്നു, ഇവിടെ താഴുമെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, നങ്കൂരം കണ്ടോ, നങ്കൂരത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ. ഇത് സ്റ്റീലാണെന്ന് തോന്നുന്നു കേട്ടിട്ട്, സ്റ്റീലിലാണെന്ന് തോന്നുന്നു. തുരുമ്പൊന്നും ഇല്ലാണ്ടോ, സ്റ്റീലാണ് സംഭവം. സ്റ്റീലിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിന് മേളിൽ വലിയ സ്റ്റീലിൻ്റെ ചങ്ങല കാണും. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ പൊങ്ങി കിടക്കുന്നേ. എൻ്റെ മോനെ, ഇരുമ്പും കഷ്ണം, എന്തോ വലിയ ഇരുമ്പ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എയർ ഫീൽ ചെയ്താന്ന് തോന്നുന്നു പൊങ്ങി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇത് മുങ്ങിക്കപ്പലിൻ്റെ ഒക്കെ കൂട്ട്, അന്തർവാഹിനികളുടെ ഒക്കെ കൂട്ടുള്ള ഫ്രണ്ട് വശം. ഇത് പൊക്കി നിർത്തിയേക്കുക കേട്ടോ, ഇത് കപ്പൽ പൊക്കി നിർത്തിയേക്കുക സംഭവം. ഇതാ നോക്കി, അതിൻ്റെ ഫ്രണ്ട് വശം. കപ്പലിനടിയിൽ ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ഇതിപ്പോൾ പൊക്കി നിർത്തിയേക്കുവാന്ന് തോന്നുന്നു. ഇത് കാണാൻ അടിപൊളി. എൻ്റെ മോനെ, പൊളിച്ച് സെറ്റ് സാധനം. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കുറേ കിടപ്പുണ്ട്. ഇതിവിടെ ചെറിയൊരു ബോട്ട്, ഇതിന് കയറാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഫ്ലോട്ടിംഗ് ബോട്ടാണെന്ന് തോന്നുന്നു. എന്തേലും ആവട്ടെ, അത് സംബന്ധിച്ച് ഈ ഒരു സാധനം എന്തുവാ ഗൈസ്. പക്ഷെ എൻ്റെ മോനെ, ഇതാണ്ട് സ്പീഡ് ബോട്ട് ഇരിക്കുന്നു 2 എണ്ണം. ഈ ഒരു സാധനത്തിൽ 2 സ്പീഡ് ബോട്ട്, 2 അല്ല 3 സ്പീഡ് ബോട്ട്. അത് പൊളിച്ച്. എൻജിൻ കണ്ട, എൻജിൻ ഇത് സ്പീഡ് ബോട്ട്. ഇത് മത്സ്യബന്ധനത്തിലൊക്കെ പോകുന്ന സ്പീഡ് ബോട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കൊള്ളാം, സെറ്റപ്പ് സാധനം. ഇത് അടിപൊളി. വലിയ കപ്പലുകളാണ് ഗൈസ് ഇവിടെ കിടക്കുന്നത്. എൻ്റെ മോനെ, ഇത് കണ്ടോ, അതൊരു കടത്ത് വഞ്ചി പോലൊക്കെ തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ട് വശം വല്ല തേഞ്ഞിരിക്കുന്നത്, അതായത് പരന്നിരിക്കുന്ന രീതിയിലുള്ളൊരു കപ്പൽ. ഇത് വലിയൊരു സെറ്റപ്പാണ്. ഇത് പൊളിച്ച് തീ ലുക്ക്. അതെന്തോ ഫ്രണ്ടിൽ എന്തോ ഒരു സാധനമൊക്കെ വെച്ചേക്കുന്ന മെഷീൻ. അത് മറ്റേ ഇതിൻ്റെ കേട്ടോ, നങ്കൂരത്തിൻ്റെ സെറ്റപ്പാണ്. നങ്കൂരത്തിൻ്റെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് തോന്നാതിരിക്കുന്നത്. ഇവിടെ നമുക്ക് നങ്കൂരം കാണാം അടിപൊളിയായിട്ട്. ഈ കാണുന്നതാണ് നങ്കൂരം അല്ലേ. ഇതിപ്പോൾ നങ്കൂരം ഇട്ടിട്ടില്ലല്ലോ, ഇതിങ്ങനെ വെറുതെ കിടക്കുമല്ലേ. അടിവശം കണ്ടോ കൈസ്, നമുക്ക് ഈ ബോട്ടിൻ്റെ അടിവശം കാണാൻ പറ്റും. ഇതിന് മറ്റേ സെറ്റപ്പ് ഇല്ല, ഫ്രണ്ടിലോട്ട് മുങ്ങിക്കപ്പലിലോട്ടുള്ള സെറ്റപ്പൊന്നുമില്ല.
എനിക്കൊന്ന് കപ്പൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഈ ഒരു കപ്പലിൻ്റെ മുകളിൽ ഇതുപോലെ റഡാറും ഇതൊക്കെ ഉൾക്കടലുകളിൽ പോകുന്ന എന്താ പറയുക ആഡംബര കപ്പലുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും സെറ്റപ്പ് സാധനമാണ്. നമ്മളൊക്കെ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള അതേപോലുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഗ്ലാസ്സാണ്, അല്ല അലൂമിനിയം സ്റ്റീലോ ഒക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതലും ഇത് സ്റ്റീൽ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചേക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഇത് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ല, അത്രയും ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ടും. ഇതേ ഗൈസ് ഇത് കണ്ട, ഇതാണ് ഷാർജ ഹൈക്കോർട്ട് കോടതിയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് കപ്പലുകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്ന കണ്ട, മത്സ്യബന്ധന യാനങ്ങൾ ഇഷ്ടം പോലെ നിരത്തിയിട്ടിട്ടുണ്ട്. അടിപൊളി, ഇടില കൊള്ളാം. വേറൊരു ലുക്കാണ് ഗൈസ്, തീ ലുക്ക്. നമ്മളിപ്പോൾ എത്ര ബോട്ടുകൾ കണ്ടു, ഷിപ്പുകൾ കണ്ടു, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒരുപാട് കപ്പലുകൾ നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെ നമ്മൾ ഇത് കൊള്ളാമല്ലോ, ഇത് സെറ്റ്. ഇതെന്താ ഇങ്ങനെ വേറൊരു ലുക്ക്, അയ്യോ ഇത് വേറൊരു ലുക്ക് ഗൈസ്. നമ്മളവിടെ കണ്ട ആ ഒരു വായ്ക്കിലോട്ട് വാലൊക്കെ നീട്ടി വേറൊരു സ്റ്റൈലിലാണ് ഇട്ടിരിക്കുന്നത്. എന്തോ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പൊളി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് ഷാർജ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന കപ്പലുകളാണെന്ന് തോന്നുന്നു. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പലിൽ പോകാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ആ മെക്കാനിസം താണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ നങ്കൂരത്തിൻ്റെ മെക്കാനിസവും മോട്ടറും സംഭവങ്ങളൊക്കെ. ആ വലിയ കപ്പലെ നമ്മൾ കണ്ടായിരുന്നു, അതേപോലത്തെ സാധനമാണെന്ന് തോന്നിയത്. ഇത് കൊള്ളാം. അതിൻ്റെ ചുണ്ടൊക്കെ കണ്ടോ, ഒരുമാതിരി സൂചി പോലെ റോക്കറ്റിൻ്റെയൊക്കെ ഫ്രണ്ട് വശം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. സംഭവം അടിപൊളിയാണ് എന്തായാലും കാണാൻ. നമ്മൾ വീണ്ടും മുന്നിലേക്ക് വന്നതാ. ഇതാണ് ഫ്രീ സോണാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് കപ്പലുകൾ വന്നിട്ടുണ്ട്, ലോഡ് കയറ്റാനും ലോഡ് ഇറക്കാനും ഒക്കെ ആയിട്ട്. ഒരുപാട് കണ്ടെയ്നർ പോർട്ടുകളാണ് ഇവിടെ ഉള്ളത്. അത് കൊള്ളാം. ഇതേ പഴയ രീതിയിലുള്ളൊരു കപ്പൽ, അത് പൊളിച്ച് കഴിച്ച്. ഇത് ഇവിടെ നിന്നുകൊണ്ടൊന്നും തീരുന്നില്ല, ഇങ്ങനെ നിരന്ന് ഒക്കെ അറ്റം വരെ കിടപ്പുണ്ട്. ഇത് കണ്ട, ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ റോഡുകളിലെല്ലാം പോച്ച വെച്ച് സെറ്റ് ചെയ്ത് ഇത്രയും ചൂടത്ത് ഈ പോച്ച ഇവർ പരിപാലിക്കുന്നുണ്ടോ. കറക്റ്റ് സ്പ്രിങ്ക്ലറിൽ വെച്ചിട്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്തെടുക്കുന്നുണ്ടോ. അടിപൊളി. എൻ്റെ മോനെ, ഇതൊരു തീ ലുക്കായി പോയി കേട്ടോ. ഇഷ്ടം പോലെ ബോട്ടുകൾ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് അങ്ങ് വരെ നടക്കാം. എന്തായാലും നമുക്ക് നടന്ന് കുറേയൊക്കെ കാണാം. ഇവിടെ എന്തോ വലിയ ഫാക്ടറി സംഭവങ്ങളൊക്കെ ഉണ്ട്, ഫാക്ടറി സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അത് എനിക്കൊന്ന് ഈ പോർട്ടിൻ്റെ ആ പോർട്ടിൽ കണ്ടോ കണ്ടെയ്നറുകൾ അടുക്കിയിരിക്കുന്നുണ്ടോ. അത് നമുക്ക് കാണാൻ പറ്റും. കണ്ടെയ്നറുകൾ ഇഷ്ടം പോലെ അടുക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. എൻ്റെ മോനെ, എന്തോ ഒരു തീ ലുക്കാണ് നോക്കി. അടിപൊളി. ഷാർജ ഹൈക്കോർട്ടിൻ്റെ ഒരു ലുക്ക് കണ്ടോ. പൊളിച്ച്. അയ്യോ ഇടുക്കിയത് പൊളിച്ച്. നമ്മളിനി മുന്നോട്ട് യാത്രയാവാണ്. അവിടെ സൂര്യൻ ഏകദേശം അസ്തമിച്ച് വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പോകാറായി. അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലാണ് കഴിച്ച് ഇവിടെ നിന്ന് കിട്ടുന്നത്. എൻ്റെ മോനെ, ഇതാ കിടക്കുന്നത് അടുത്ത കപ്പൽ. ഇതൊരു ചെറിയ ബോട്ടാണെന്ന് തോന്നുന്നത്. ഒരു റോയൽ ഫീലൊന്നും തോന്നിക്കുന്നത്. പക്ഷേ ഇത് മത്സ്യബന്ധനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ. ഷാർജ പോലീസിൻ്റെ അങ്ങനെയൊക്കെയുള്ള കപ്പലുകളായിരിക്കാം ഒരു പക്ഷേ. ഇതേ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് കഴിച്ച്. അങ്ങോട്ട് നമുക്ക് വേഗം അങ്ങോട്ട് നടക്കാൻ കഴിച്ചു. നടക്കുന്നതിൻ്റെ ഈ ഒരു സമാന്തര ഭാഗമായിട്ട് തന്നെ വലിയൊരു റൗണ്ട് അബൌട്ടുണ്ട്. റോഡും ഈ ഒരു കായലും കടലും ഒക്കെ തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു കോർണിഷ് റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു സെറ്റപ്പ്. ഇതെന്താണ്, ഫുള്ള് എന്തൊക്കെയോ ഫില്ല് ചെയ്ത് കുറേ റഡാറും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളൊരു ബോട്ടാണെന്ന് തോന്നുന്നത്. അയ്യോ ഇതെന്തോന്ന് ബോട്ട്, ഇതിന് പണിഞ്ഞ് കൊണ്ടിട്ടതേ ഉള്ളെന്ന് തോന്നുന്നു. നോക്കി, ഫുള്ള് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുള്ളൊരു എൻ്റെ മോനെ ഒരു വെറൈറ്റി കപ്പലേന്ന് ഓർഡർ ഇറക്കുന്നുണ്ടോ. ഇതെന്താണ് കൈസി കിടക്കുന്നത്, തടിക്കപ്പൽ. കപ്പലേന്ന് അൺലോഡ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരുപാട് കണ്ടെയ്നറുകൾ അടുക്കി വെച്ചേക്കുന്ന കാണാം. അത് കണ്ടെയ്നർ പോർട്ടാന്ന് തോന്നുന്നു. ഇതാ അവിടെ വലിയ ക്രെയിനുകൾ കണ്ടോ. ആ ക്രെയിനുകളിലായിരിക്കാം കപ്പലയിൽ ഒരു പക്ഷേങ്കിൽ ഈ ലോഡെല്ലാം എടുത്ത് വെക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയ ഇത് കാണാം നമുക്ക്. കണ്ടോ കൊളുത്തുകൾ കാണാം. ഈ ഒരു ഇതിലായിരിക്കാം, ഈ ഒരു ലെഫ്റ്ററിലായിരിക്കും ഇതെല്ലാം ലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് ഫില്ല് ചെയ്യുന്നത്. എന്തായാലും അതൊരു വലിയ സെറ്റപ്പായി പോയി. ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് ഗ്ലാസും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ ഫുള്ള് വെള്ളം അടിച്ചിട്ടേക്കുന്നു. അതെന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും വലിയൊരു സെറ്റപ്പ് തന്നെയാണ്. നമ്മുടെ അവിടുത്തെ ഈ വണ്ടികളും ബോട്ടുകളും ഒന്നും ഇങ്ങനെയൊന്നും അല്ല. ചുൻ്റെ മോനെ കിടക്കുന്ന കിടപ്പുണ്ട്. നമ്മുടെ മത്സ്യബന്ധന ബോട്ടുകളും ഈ ഒരു ബോട്ടുമായിട്ടൊക്കെ ബന്ധിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ബോട്ടുകളൊന്നും ഒരു സംഭവമില്ല. ഇത് കണ്ട ഫുള്ള് തടി. ഇതിനും വേണ്ടി വലിയ തടിയൊക്കെ എവിടെ നിന്ന് സെറ്റാവുന്നു.
ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ ഗൈസ് കിടക്കുന്നത്? ഓ അതൊരു ഭീകര ലുക്കാണ്. എന്തായാലും അതാ ഒരു ബോട്ട് പോകാൻ പോകുന്നു, ഡീസൽ ബോട്ടാണെന്ന് തോന്നുന്നു, കടലിലേക്ക് പോകാൻ തോന്നുന്നു. നമുക്കെന്തായാലും ഈ ഒരു ബോട്ടിനെ യാത്രയാക്കാം. അത് കിടക്കി പൊളിച്ച്. ഓ അതിൻ്റെ പുറകിലത്തെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ, അടിപൊളി. അത് പൊളിച്ച്. അപ്പോൾ ആ ബോട്ട് തിരിഞ്ഞു പോകുന്നുണ്ടാവും. അതിൻ്റെ ബാക്കിലത്തെ സ്റ്റിയറിങ് എങ്ങോട്ടോ തിരിഞ്ഞപ്പോഴാണ് അത് മുന്നോട്ട് പോയി റൈറ്റിലേക്ക് തിരിഞ്ഞത്. കണ്ട അടിപൊളി പൊളിച്ച്. ഓ ഒരു കിണ്ണം കാച്ചിയ കാഴ്ച തന്നെ ആയിപ്പോയി കേട്ടോ. അങ്ങനെ ആ ബോട്ട് പോട്ടത്. അതേപോലെ ഒരു ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട ഓ അടിപൊളി. ചോദിച്ചു നോക്കിയത് എന്താണെന്നുള്ള സംഭവം. भैया टूरिस्ट बोट है? टूरिस्ट बोट है? हाँ. वन राइड का कितना? जाने का है कुछ मालूम नहीं. 120 है एकड़ का. एक आवर. 1 आवर. हाँ 120. 120. कितना किलोमीटर? किलोमीटर नहीं है, किलोमीटर लिखा हुआ नहीं है. हाँ 1 आवर. रोड पे नहीं जाएगा, रोड पे जाएगा तो मालूम होगा. हाँ अच्छा ഓക്കെ ഓക്കെ ഭയ്യ ठीक है. ഓ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ദിറംസ് 120 എന്നാണ് പുള്ളി പറഞ്ഞത്. 120 ദിറംസ് ആവുമെന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലും കുറയ്ക്കാം. ഏത് ഒരു മണിക്കൂറത്തേക്കിനാണ്, മണിക്കൂറാണ്, ഇത്ര കിലോമീറ്റർ ഒന്നുമില്ല, മണിക്കൂറിന്. ഒരു മണിക്കൂർ നമ്മളിങ്ങനെ ചുറ്റിക്കറക്കി കാണിക്കുന്നതിന് ഇതുവഴി നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അതിൽ കയറി യാത്ര ചെയ്യാം. ആ ഒരു ബോട്ടാണ് അവിടെ കിടക്കുന്നത്. അതിൽ 120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 അവർ കറങ്ങാമെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും അത് കൊള്ളാം. ആ സെറ്റപ്പ് നല്ലതാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ കറങ്ങാനൊന്നും പറ്റൂലെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ബോട്ടിന് ഡീസൽ അടിക്കുന്ന സംഭവം തോന്നുന്നു. ഡീസൽ പമ്പ് ആന്നാന്ന്. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ മോനെ നീണ്ടു നിവർന്ന് ബോട്ടുകൾ കിടക്കുന്നു. ഇതൊക്കെ മത്സ്യബന്ധന യാനങ്ങളാണ് കേട്ടോ. മത്സ്യബന്ധനത്തിന് പോകുന്ന ഇവിടുത്തെ സെറ്റപ്പാണ്. ഈ ഒരു UAE സെറ്റപ്പാണിത്. ഒരു കിടിലങ്ങളായിട്ടുള്ള ബോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. എൻ്റെ മോൻ നമ്മൾ അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട് ഗൈസ് ഇവിടെ അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബോട്ടുകൾ അടുക്കി ഇട്ടേക്കുവാണ് ഗൈസ്. ഓക്കെ അടുക്കി ഇഷ്ടം പോലെ ബോട്ടുകൾ. എൻ്റെ മോനെ എന്താണ് ഗൈസ് കാണുന്നത്? ഇത് വലിയൊരു അനുഭവമായിപ്പോയി കേട്ടോ. ഇതൊരു വലിയ അത്ഭുതമായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ വലിയ ബോട്ടുകളൊക്കെ കാണാൻ പറ്റുമെന്ന്. എനിക്കൊന്ന് ഈ പട്ടി പണിയെടുക്കുന്ന ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു. അവർ ഫുഡ് വെക്കുന്നുണ്ട് അവിട്ടിരുന്ന്. എന്നാലും കിടുവാണ്. അതേ ബോട്ടിൻ്റെ മേളിൽ AC ഫിച്ചേക്കുന്നത്. AC ശരിയാണ്. ഇത്രയും ചൂടത്ത് എങ്ങനെ ഇവർ ഈ കടലിൽ കിടക്കുന്നത്? AC ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ബോട്ടിൽ. പൊളിച്ച് നമ്മളവിടുത്തെ ബോട്ടിലൊക്കെ പോകുന്നവർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും. അതുപോലത്തെ സെറ്റപ്പൊക്കെയാണ് ഗൈസ് ഇത്രയും വലിയ തടിക്കപ്പലിലുള്ളത്. തളി മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുള്ളത്. കിടുന്ന സെറ്റപ്പ് കേട്ടോ. എല്ലാ ബോട്ടിലും AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ താഴോട്ട് റൂമുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രീസറുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇരിക്കുന്ന എന്താണ് ഗൈസ് നോക്കി, മീനെ പിടിക്കുന്ന വല. കിടിലം വലകൾ. അയ്യോ അടിപൊളി. എനിക്കൊന്ന് ഈ ബോട്ടിലൊക്കെ പോകുന്നവർ ശ്രീലങ്കക്കാരും പാകിസ്ഥാനിൽ നിന്ന് വന്നവരും പിന്നെ ബംഗ്ലാദേശികളും ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ബോട്ടിലൊക്കെ പോകുന്നത് മത്സ്യബന്ധനത്തിനായിട്ട്. ആ ഒരു സംഭവമാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഗൈസ്. ബോട്ടിന് അടിപൊളി. വലകളിരിക്കുന്നുണ്ടോ ഗൈസ്? മീനെ പിടിക്കുന്ന വലകൾ കല്ലൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണിക്കും ഒരു പക്ഷേങ്കിൽ. ഇത് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്തുവാണ്? ആക്രിക്കടയാണ്. ഒരു ആക്രിക്കടയിലോട്ട് നോക്കുന്ന പോലെ ഉണ്ട്. എല്ലാം വാരി കെട്ടി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയൊക്കെയോ ഉണ്ട്. എന്തായാലും കിടുവാണ് ഗൈസ്. ഇവിടെ നിന്ന് ഒരുപാടുണ്ട് ഗൈസ്. അങ്ങോട്ട് നമുക്ക് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഇത്രയും വലിയൊരു മത്സ്യബന്ധന സെറ്റപ്പ് ഉള്ളപ്പം ഈ കാണുന്നത് ഇവിടുത്തെ വലിയ ഫിഷ് മാർക്കറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ആയിരിക്കാം, ഷാർജ ഫിഷ് മാർക്കറ്റ് ആയിരിക്കും ഒരു പക്ഷേങ്കിൽ. അവിടെ ആയിരിക്കും ഈ ലേലംവിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലേലംവിളി ആയിരിക്കത്തില്ല. ഓൾറെഡി വിൽപ്പനയ്ക്ക് വരുന്നേക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടുന്ന് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത് ആ ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഫ്രീസ് ചെയ്ത് അവിടെ സൂക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ആൾക്കാർക്ക് വന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഷാർജയിൽ ഒരു ചന്തയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചന്തയൊക്കെ ബിൽഡിങ് അത്ര ഹൈടെക് ചന്തകളാണ്. മാസങ്ങളോളം മീൻ സൂക്ഷിക്കാം കേടാകാതെ. അപ്പം അത് തന്നെ ആകാനാണ് ചാൻസ് കൂടുതലും.
പക്ഷെ എൻ്റെ മോനെ കിടിലൻ സെറ്റപ്പാണ് ഗൈസ്. ഇതൊക്കെ കണ്ടോ, 3 AC കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അടിപൊളി. ഇതൊരു അത്ഭുത സംഭവം തന്നെ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് മാറിയപ്പോഴത്തേക്കിന് തന്നെ ഒരു അത്ഭുത സെറ്റപ്പാണ്. ഇതാ ഇവിടെ ഈന്തപ്പഴം തൂങ്ങിക്കിടക്കുന്ന പോട്ടയിൽ പച്ചക്കൊല ഈന്തപ്പഴം തൂങ്ങിക്കിടക്കുന്ന കണ്ട. ഇത് ഈന്തപ്പഴമാണ് ഗൈസ്, കണ്ട അടിപൊളി. അത് പൊളിച്ച് ശരിയാ, പോകുന്ന വഴിക്ക് പറിച്ച് തിന്നാമല്ലോ കടലിലോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്നായിട്ട്. അത് അടിപൊളിയാണ്. അവിടോട്ട് നോക്കി, അവിടെ ഫിഷിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ക്യാരംസ് കളിക്കുന്ന കുറേ ചേട്ടന്മാരെ കാണാം. അവരിവിടെ കളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ എന്തായാലും പൊളിച്ച് ഇതൊരു സെറ്റപ്പാണ്. ആ ബോട്ടിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഒരു കിടിലൻ സെറ്റപ്പാണ് ഗൈസ്. വല വെച്ചേക്കുന്നുണ്ടോ ഗൈസ്? നമുക്ക് നൈസായിട്ട് ആ വലയൊന്ന് നോക്കാം. കമ്പി, ഇവിടുത്തെ മീൻ പിടിക്കുന്ന കിടിലം വലയാണ് ഗൈസ് കാണുന്നത് നിങ്ങളിപ്പോൾ. എന്നാ വലയാന്ന് നോക്കി, കമ്പിയാണ് ഫുള്ള്. കിടിലം കമ്പി വെച്ച് വരിഞ്ഞ് സെറ്റപ്പാക്കിയേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി, കൊള്ളാം. അത് ഇതിൻ്റെ ഓപ്പണിങ് ഞാൻ തോന്നുന്നു, ട്രാപ്പാണ്. ഇതൊരു കെണിയാന്ന് തോന്നുന്നു കേട്ടോ. കെണി ഒരുക്കുന്ന സംഭവങ്ങളാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഈ സംഭവം തോന്നുന്നു ആ ബോട്ടിൻ്റെ മേളിൽ ഇരിക്കുന്നത്. എന്തായാലും അടിപൊളി സെറ്റപ്പ് ഗൈസ്. നോക്കിയേ, അത് പൊളിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ഒരുപാട് ഈന്തപ്പഴം നിൽപ്പുണ്ട് കേട്ടോ, ഈന്തപ്പന നിൽപ്പുണ്ട്. പക്ഷേ പഴവോ കായോ ഒന്നും ഞാൻ കാണുന്നില്ല, എല്ലാം വെട്ടിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ ഇവിടെ ഓല വെട്ടിയതാണോ പന വെട്ടിയതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും വെട്ടിയതിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. എന്തായാലും ഒരുപാട് ഇരുട്ടി തുടങ്ങി, നമുക്കെന്തായാലും തിരിച്ചു പോകാം. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ ഷാർജ കോർണിഷിലെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് തീർത്തിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങോട്ട് വന്ന രീതിക്കല്ല ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്നത്. ഭയങ്കര വെയിലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടാണ്. ഇപ്പം നല്ല ചൂട് സമയമാണ് UAE, അതുകൊണ്ടാണ് ഇത്രയും വിയർക്കുന്നത്. നല്ല ടാൻ അടിച്ചിട്ടുണ്ട് മുഖത്തും ദേഹത്തും എല്ലാം. ഞാൻ നെക്കില്ലാത്തൊരു ബെന്നിനാണ് ഇട്ടുകൊണ്ട് വന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പ് സംഭവങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് അവിടെയൊക്കെ കുറച്ച് അങ്ങ് ദൂരെ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഹൈടെക് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി. കുറേ പഴയ കാലത്തോട്ട് പോയൊരു ഫീലായിപ്പോയി. പക്ഷേ അതിവിടുത്തെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലുക്കൊക്കെ കാണത്തുള്ളൂ. മറ്റേത് ക്രൂയിസ് ഷിപ്പുകളല്ലേ, ആഡംബര കപ്പലുകളല്ലേ. അതുകൊണ്ടാണ് അവിടെ ഇവിടെ ആയിട്ട് എനിക്ക് അത്ര വ്യത്യാസമായിട്ടൊരു ഫീല് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ കൊടുക്കുക. കൂട്ടത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂട്ടത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനി എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഔട്ട്.